വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പുകൾക്കൊക്കെ ഒടുവിൽ നമ്മുടെ തിരുവോണ ദിവസം എത്തിയിരിക്കുകയാണ്. അപ്പൊ നേരെയൊക്കെ പരവരാന്ന് വെളുത്തു വരുന്നുണ്ട്. നമ്മൾ അത്തപ്പൂവും കാര്യങ്ങളൊക്കെ ഇന്നലെ ഇട്ടിരുന്നു. അതിന്റെ വ്ളോഗും കാര്യങ്ങളും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ഒരു മഴയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത്യാവശ്യം കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു പേടിയുണ്ടായിരുന്നു ഈ പൂവൊക്കെ പറന്നു പോകുന്നുള്ളത്. പക്ഷെ പറന്നൊന്നും പോയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ആ ചുറ്റിനും അതൊക്കെ വെച്ചിരിക്കുന്നതും കൂടെ കൊണ്ടായിരിക്കും. പിന്നെ ഇങ്ങോട്ട് അധികം കാറ്റ് സിറ്റൗട്ടിലോട്ട് കയറത്തത് കൊണ്ട് ആണോ എന്ന് അറിഞ്ഞുകൂടാ. നല്ല കാറ്റുണ്ടായിരുന്നു, പക്ഷെ ഒന്നും പറന്നൊന്നും പോയിട്ടില്ല. അപ്പൊ അമ്മ രാവിലെ കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തപ്പൂവിന് അവിടെ വിളക്ക് വെക്കണമെന്ന് പറഞ്ഞിട്ട് വിളക്കൊക്കെ വെച്ചു കേട്ടോ. നമ്മൾ ഇന്നലെ ഇട്ടപ്പോൾ കുറച്ച് പൂ ബാക്കി ഉണ്ടായിരുന്നു. അതിനെ അമ്മ ഇങ്ങനെ ചുറ്റുമൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പപ്പിക്ക് ഒരു ഓണക്കോടിയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അവളെ കുളിപ്പിച്ച് അതൊക്കെ ഇടിപ്പിച്ചിട്ട് വേണം നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങാനായിട്ട്. അപ്പോൾ അത് ഞാൻ പപ്പിയുടെ അത് ഒരു സെപ്പറേറ്റ് വ്ളോഗായിട്ട് എടുക്കാൻ കേട്ടോ. കാരണം അത് ഇതിനകത്ത് കെട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയി പോവും. അങ്ങനെ അത്തപ്പൂവിന് ചുറ്റും നമ്മൾ പൂക്കളും കാര്യങ്ങളും ഒക്കെ വെച്ച് വിളക്കൊക്കെ വെച്ച് കൊളുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ രാവിലെ തന്നെ ഒരു മങ്ങലാണ്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇനി മഴയാണോ എന്ന് അറിഞ്ഞുകൂടാ. രാത്രിയിൽ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കാറ്റൊക്കെ നന്നായിട്ടൊക്കെ അടിച്ചൊക്കെ വരുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ ബീച്ച് അടുത്തൊക്കെ ഉള്ളതുകൊണ്ട് കുറെ ഡിസ്റ്റൻസിലല്ലാതെ ബീച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ നല്ല കാറ്റാണ്. എന്നാലും നമുക്കൊരു പേടിയുണ്ട്. കാറ്റടിച്ച് കഴിഞ്ഞാൽ മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണല്ലോ, നല്ലതായിട്ട് ഇരുണ്ട് വരുന്നുമുണ്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി ഒന്ന് തെളിയാൻ തുടങ്ങി കേട്ടോ. അപ്പൊ നമ്മൾ പപ്പിയെ അഴിച്ചു വിട്ട് നോക്കി. അവളങ്ങനെ കയറി അലമ്പൊന്നുമില്ല. പിന്നെ അവളെ കുളിപ്പിച്ച് നമുക്കൊന്ന് റെഡിയാക്കണം. അവളെ കുളിപ്പിച്ചിട്ടല്ല കുളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ കുളിക്കാൻ വിളിച്ചപ്പോൾ രാവിലെ തന്നെ തണുപ്പായിട്ട് അവള് ബലം പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. കുളിക്കുന്ന കാര്യം ഭയങ്കര മടിയാണ്. ഇപ്പൊ 2-3 ദിവസം മുമ്പേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഓണമായതുകൊണ്ട് ചെറിയ രീതിയിൽ ഒന്ന് കുളിപ്പിച്ചതേ അവക്കൊരു ഡ്രസ്സൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് കഷ്ടപ്പെട്ട് ഇടിയിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പി പെൺകുട്ടിയാണ്, എങ്കിലും നമ്മൾ അവൾക്കൊരു മുണ്ട് പോലാണ് സെറ്റ് ചെയ്തത്. കാരണം അവള് അങ്ങനെ പിടിച്ചാലൊന്നും നിൽക്കില്ല. അവൾക്ക് അങ്ങനെ ഒത്തിരി അവള് അമുക്കി പിടിക്കുന്നൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അപ്പൊ അവള് ഒത്തിരി ബുദ്ധിമുട്ടിക്കാത്തൊരു ഡ്രസ്സാണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്തത്. അപ്പൊ അതൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഫോട്ടോ എടുക്കാന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി നിൽക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇതേ റൂമിലേക്ക് വന്ന് നമ്മുടെ മുല്ലപ്പൂക്ക് അത്യാവശ്യം നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി റെഡി ആവാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നൈഹാരയിലെ കോംബോ ഓഫറിലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ നമ്മൾ എടുത്തു വെക്കുന്നത്. കുളിച്ചൊരുങ്ങിയൊക്കെ വന്നു. അപ്പൊ പപ്പിയെ കാക്ക ഓടിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ അവിടെ വെളിയിൽ നമ്മള് ഇലക്കകത്ത് വിരിച്ചു വെച്ചിരിക്കുന്നത് കാക്കയ്ക്കും കിളികൾക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ച ഓണസദ്യയാണ് കേട്ടോ. അവളുടെ വിചാരം ഇലക്കകത്ത് എവിടെ വെച്ചാലും അത് അവളുടേതാണെന്നാണ്. അവള് കഴിച്ചില്ലെങ്കിൽ അവള് വേറെ ആരെ കൊണ്ട് അത് തൊടിപ്പിക്കത്തില്ല. കാരണം അതിന് കാക്ക ഓടിക്കാൻ വേണ്ടി പോയതാണ്. നമ്മള് ഓണസദ്യയൊക്കെ കഴിച്ചിട്ട് എലവന്തന്റെ വീട്ടിലേക്ക് പോകണം. അപ്പം ഓണം സദ്യക്ക് വേണ്ടിയിട്ട് ഇലയും കാര്യങ്ങളും ഒക്കെ ഇട്ട് വിളമ്പാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ ഓണസദ്യ ഇനി കഴിക്കാം. മേടപ്പൂ പട്ടും ചുറ്റി കണ്ണോരം നിന്നെ കാണുമ്പോൾ ഈ പുലരികളഴക്, മുല്ലപ്പൂഞ്ചിലച്ചേലിൽ നിന്നോരം ഞാനും ചേരുമ്പോൾ ഈ രാവിതളഴക്, തളിരണിയേ കനവുകളോ കസവണിയേ, മിഴികളിലും മൊഴികളിലും പൊന്നോണം. മേടപ്പൂ പട്ടും ചുറ്റി കണ്ണോരം നിന്നെ കാണുമ്പോൾ ഈ പുലരികളഴക്, മുല്ലപ്പൂഞ്ചിലച്ചേലിൽ നിന്നോരം ഞാനും ചേരുമ്പോൾ ഈ രാവിതളഴക്, തളിരണിയേ കനവുകളോ കസവണിയേ, മിഴികളിലും മൊഴികളിലും പൊന്നോണം. മേടപ്പൂ പട്ടും ചുറ്റി കണ്ണോരം നിന്നെ കാണുമ്പോൾ ഈ പുലരികളഴക്, മുല്ലപ്പൂഞ്ചിലച്ചേലിൽ നിന്നോരം ഞാനും ചേരുമ്പോൾ ഈ രാവിതളഴക്, തളിരണിയേ കനവുകളോ കസവണിയേ, മിഴികളിലും മൊഴികളിലും പൊന്നോണം.
ഓണസദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറെ റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്ത് അതൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് പിന്നെയും തിരികെ കയറ്റി നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ ചാനലിൽ തന്നെ അതിന്റെ റീൽസിന്റെ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പൊ സച്ചു ഇന്ന് ഗോവയ്ക്ക് ടൂർ പോവാണ് കേട്ടോ. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് നീട്ടി വെച്ചിരുന്നു. ഇപ്പൊ അവർക്ക് ഓണത്തിനാണ് കേട്ടോ അവരുടെ ജോലി ചെയ്യുന്നിടത്ത് 4 ദിവസം അടുപ്പിച്ച് ലീവൊക്കെ കൊടുത്തു. അപ്പൊ എല്ലാവരും കൂടെ ഗോവയ്ക്ക് പോവാണ്. അപ്പൊ ട്രെയിൻ 2:30 എന്തോ ആണെന്ന് തോന്നുന്നു. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ ചെന്ന് അവർ 10-14 കൂട്ടുകാരെല്ലാം കൂടെ ഗോവയ്ക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയം മുതൽ ഒരുപാട് പ്ലാൻ ചെയ്ത് നീട്ടി വെച്ചൊരു ട്രിപ്പാണ് കേട്ടോ അത്. അങ്ങനെ സച്ചു പോകാൻ വേണ്ടിട്ട് ഇറങ്ങി. അപ്പൊ സച്ചു ഇറങ്ങി. അവർക്ക് ഇവിടുന്ന് കൊല്ലത്തുനിന്ന് എറണാകുളം ചെന്നിട്ട് 6 മണിക്കോ 6:30 എന്തോ തോന്നുന്നു എറണാകുളത്തുനിന്ന് ഗോവയ്ക്ക് ട്രെയിൻ. അപ്പൊ സമയം കളയാതെ ഇനി നമുക്ക് ഇറങ്ങാം. സദ്യയൊക്കെ കഴിഞ്ഞ് നമുക്ക് എലവന്തിട്ടയിലേക്ക് പോവാം. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോക്ക് നടക്കില്ല. ചൂടെടുത്തിട്ട് അവിയുന്നു. ഇവരൊക്കെ മാറി നമുക്ക് വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാം. അങ്ങനെ നമ്മൾ ഇലവന്തിട്ടയിലേക്ക് പോവാണ്. അങ്ങനെ പപ്പയെ നമ്മൾ കൂട്ടിൽ ലോക്കാക്കി കേട്ടോ. നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകാൻ ഇറങ്ങുമ്പോൾ ഒന്നെങ്കിൽ അവളെ കൂട്ടിൽ ലോക്കാക്കും, അല്ലെങ്കിൽ നമ്മൾ അകത്ത് ലോക്കാക്കിയിട്ട് ഗേറ്റ് അടച്ചിട്ടാണ് ഇവിടെ തുറക്കുന്നത്. ഇങ്ങനെ ഗേറ്റ് തുറന്ന് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവൾ ഇറങ്ങി ഓടും. പിന്നെ അവളെ പിടിക്കാൻ നമ്മൾ പുറകെ ഓടേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒതുങ്ങി അവളെ ഗേറ്റ് കൂട്ടിനകത്താക്കുക. ആ കൂടിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവൾ കൂട്ടി കിടക്കാറേ ഇല്ല. നമ്മളങ്ങനെ കൂട്ടിയിടാറുമില്ല. അവൾ അകത്തും പുറത്തും ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നൊക്കെയാണ് ഇവിടെ വളരുന്നത്. അങ്ങനെ നമ്മളിപ്പോ സമയം ഏകദേശം ഒരു 2:30-2:45 ആയി കേട്ടോ. പിന്നെ അവിടെ ചെന്നിട്ട് അവിടെ കുറച്ച് ഓണാഘോഷവും പരിപാടികളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് നേരെ ഇലവന്നിട്ട് വീട്ടിലേക്ക് പോകാം. സാധാരണ 1.5-1.25 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ നമ്മള് കൊല്ലത്തുനിന്ന് പത്തനംതിട്ട വരെ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് എന്താണെന്നറിയില്ല, 1 മണിക്കൂറും കുറച്ചുകൂടെ വേണ്ടി വന്നുള്ളൂ നമുക്ക് ഇവിടെ വരാൻ. വലിയ ട്രാഫിക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമ്മൾ സ്മൂത്ത് ആയിട്ട് നമ്മളിങ്ങനെ വന്നതുപോലും അറിഞ്ഞില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നു. സാധാരണ എല്ലാ പന്തളമൊക്കെ എത്തുമ്പോൾ നല്ല ബ്ലോഗും കാര്യങ്ങളൊക്കെ വരാറുള്ളതാണ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഓണാഘോഷ പരിപാടികളൊക്കെ തുടങ്ങണം. ഇവിടെ ആണെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. വെയിലായതുകൊണ്ടാണ് തോന്നുന്നത് നമ്മുടെ വീട്ടിലോട്ട് തിരിയുന്ന ആ വഴിയിലാണ്. അവിടെ തൊപ്പികളി മത്സരമോ അങ്ങനെ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അച്ഛനും ആങ്ങളയും എല്ലാം അവിടെയാണ് നിൽക്കുന്നത്. നമ്മുടെ വീടിന് മുന്നിൽ തന്നെ മിൽമ സൊസൈറ്റി ആണ് കേട്ടോ. അപ്പൊ അവിടെ വരുന്ന വണ്ടികളും തിരക്കുകളും ഒക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ വാഴപ്പിണ്ടി വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്, ഉത്രാട വിളക്കും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ നമ്മൾ വീണ്ടും ബാക്ക് ടു ഹോം. സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിയായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്ന് പായസമൊക്കെ കുടിച്ച് കുറച്ച് കിടന്ന് ഉറങ്ങിയിട്ട് 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ മുറുക്കി നടക്കുന്ന പരിപാടികളും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇനിയാണ് നമ്മുടെ ആവേശം കയറുന്ന മത്സരങ്ങളൊക്കെ ഉള്ളത്. കലന്തല്ല്, ചാക്കടി, അതുപോലെ തന്നെ വടംവലി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സമയമാകുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കൂടും. ഉച്ചയ്ക്ക് വലിയ ആൾക്കാരൊന്നും ഇല്ല. ഇത് പണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ മുക്കിൽ പരിപാടികൾ കാണാനൊക്കെ വരുമായിരുന്നു കേട്ടോ. ഇപ്പൊ ഒരുപാട് ആൾക്കാരൊക്കെ കുറഞ്ഞു വന്നു. എല്ലാവരും കൂടുതൽ ആൾക്കാരൊക്കെ പുറത്തും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് കുറവുണ്ട്. അപ്പൊ നമ്മുടെ കാറ് മാറ്റിയിടുകയാണ് കേട്ടോ. ആ കാറിന്റെ അവിടോട്ടൊരു ഓല, നമ്മുടെ ഫ്രണ്ടിരിക്കുന്ന തെങ്ങിന്റെ മണ്ട ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ ഏങ്കോടിച്ച് നിൽക്കുന്നു. അപ്പൊ അത് മറിഞ്ഞെങ്ങാണം വീണാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറ്റിയിട്ടതാണ്. അപ്പൊ നമ്മൾ ഉത്രാള വിളക്ക് കത്തിച്ചു. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഒരാൾ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പത്തനംതിട്ട എവിടാണ് വീട്? ഞങ്ങളുടെ നാട്ടിലൊന്നും ഇത് കണ്ടിട്ടില്ല. പുള്ളിക്കാരുടെ വീട് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട എന്റെ വീട് ആറന്മുള അടുത്താണ്, ഇലവുന്തിട്ട എന്ന് പറയും. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു ഏർപ്പാടാണ് കേട്ടോ ഇത്. ഉത്രാടത്തിന്റെ അന്ന് നമ്മളിങ്ങനെ പിണ്ടിവിളക്ക് കത്തിച്ചിട്ട് അതിന് പണ്ട് മരോട്ടിക്കാന്ന് പറഞ്ഞിട്ടൊരു കായുടെ അത് പരിപ്പ് ഒക്കെ കളഞ്ഞ് ആ കായുടെ ആണെങ്കിൽ ഈ റൗണ്ടിനകത്തായിരുന്നു നമ്മൾ കത്തിക്കുന്നത്. ഇപ്പൊ ചട്ടിവിളക്കിനകത്താണ് കേട്ടോ കത്തിക്കുന്നത്. അങ്ങനെ കത്തിച്ചു വെക്കും. നമ്മൾ ഉത്രാട ദിവസവും തിരുവോണ ദിവസവും അത് കത്തിച്ചു വെക്കാറുണ്ട്. എല്ലാ വർഷവും മുടങ്ങാതെ നമ്മൾ കത്തിക്കും. അങ്ങനെ മുക്കിലേക്ക് പോവുകയാണ്. നമ്മൾ അവിടെ ആണ് കേട്ടോ ഗുരുമന്ദിരത്തിന് അവിടെ പരിപാടികളൊക്കെ നടക്കുന്നത്. നൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് മിന്നി തിളങ്ങി നിൽക്കുകയാണ്. അപ്പൊ നമുക്കിനി അവിടെ ചെന്ന് ഓരോരോ മത്സരങ്ങൾ കാണാം. ആദ്യം തന്നെ കലന്തല്ല മത്സരമാണ് കേട്ടോ. പിള്ളേരുടെ ഉണ്ട്, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വലിയ പിള്ളേരുണ്ട്, പിന്നെ ഏറ്റവും വലിയ പിള്ളേരുണ്ട്. അങ്ങനെ കുറെ അധികം ടീംസ് ഉണ്ട്. ജൂനിയർ, സബ് ജൂനിയർ, പിന്നെ സീനിയർ, സൂപ്പർ സീനിയർ അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്റെ ആങ്ങളെയാണ് ആ ചുമന്ന ഷർട്ടും മുണ്ടും ഒക്കെ കൊടുത്ത് നിൽക്കുന്നത്. അപ്പൊ അവനാണ് ഇത്തവണ ഓണം ആഘോഷത്തിന്റെ കൺവീനറോ കമ്മിറ്റി ഏതാണ്ടൊക്കെയാണ്.
അങ്ങനെ ഈ കലന്തല മത്സരമൊക്കെ കഴിഞ്ഞ് അടുത്തത് ചാക്കടി മത്സരമാണ് കേട്ടോ. കുറച്ച് തവണ ചാക്കടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു കമ്പിയുടെ അതിങ്ങനെ പെടന്നു പോയി. അതുകൊണ്ട് തന്നെ ചാക്കടി മത്സരം ഇത്തവണ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും കൂടുതൽ കാണാൻ താല്പര്യമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നമ്മുടെ വടംവലി മത്സരം. അപ്പൊ അതേ കൊച്ചു പിള്ളേരുടെ വടംവലിയാണ് കേട്ടോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊച്ചു പിള്ളേരെയും സ്ത്രീകളിലേക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ അവിവാഹിതരും വിവാഹിതരും ആയിട്ടുള്ള ആണുങ്ങൾ തമ്മിലുള്ള മത്സരമാണ് കേട്ടോ. അപ്പൊ അതേ അവിവാഹിതരാണ് ഒരു സൈഡ് നിൽക്കുന്നത്, വിവാഹിതരാണ് ഇപ്പൊ ഇവിടെ കിടന്ന് ആറഞ്ച് വലിച്ചോണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും വിവാഹിതർ തന്നെയാണ് കേട്ടോ ജയിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ടേണില് വിവാഹിതര് ജയിച്ചു. അപ്പൊ ആരാന്ന് പറഞ്ഞു ഇവിടെ നമ്മുടെ ഇവിടെ ഒത്തിരി പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഇല്ലാത്തൊരു പരിപാടിയാണ് ഈ പടക്കം പൊട്ടിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഓണത്തിന്. അങ്ങനെ അവര് നേരെ തിരിച്ച് ഇവിടെ അവിവാഹിതര് വന്നു, അപ്പുറത്ത് വിവാഹിതര് പോയി. അപ്പൊ അർജുനൊക്കെ എല്ലാ വർഷവും ഒരു മത്സരത്തിനും കയറിയില്ലെങ്കിലും വടംവലിക്ക് കയറും. പക്ഷെ അവിവാഹിതര് തോക്കുകയും ചെയ്യും. തോറ്റു കഴിഞ്ഞിട്ട് അർജുന്റെ വക ഓരോ എക്സ്പ്ലനേഷൻ ഉണ്ട് എല്ലാ വർഷവും. അവിടെ ആള് കൂടുതലായിരുന്നു, അങ്ങനായിരുന്നു, ഇങ്ങനെയായിരുന്നു. എല്ലാ വർഷവും കേൾക്കാൻ ഭയങ്കര കോമഡിയാണ് കേട്ടോ. അർജുൻ ഇപ്പോഴേ തർക്കം തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ എണ്ണ ഒന്ന് കൂടിയത്. അങ്ങനെ പതിവ് തെറ്റിക്കാതെ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും അവിവാഹിതര് വടംവലിയിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ്. വിവാഹിതര് തന്നെയാണ് കേട്ടോ ജയിച്ചത്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മുടെ വടംവലിയോടുകൂടി ഓൾമോസ്റ്റ് കുറച്ച് ആൾക്കാരൊക്കെ വീട്ടിൽ പോകാൻ തുടങ്ങും കേട്ടോ. നമ്മളും സാധാരണ പോവാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ കൊച്ചു പിള്ളേരുടെ പാട്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ 8:30 കഴിഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാ വർഷത്തെ ഒരു കലാപരിപാടിയാണ് കേട്ടോ. അർജുൻ തോറ്റു കഴിഞ്ഞിട്ട് വന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് നമുക്ക് സംഭവം കോമഡിയാണ്. പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് എക്സ്പ്ലനേഷൻ കേൾപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിച്ചു കിട്ടും. അപ്പൊ അതെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമുക്ക് സമയം 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ നടത്തിയിട്ട് പിന്നെ മാറ്റി വെച്ച പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോ വൈകിട്ട് നമുക്ക് ഓണസദ്യ വിളമ്പിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഞങ്ങളുടെ ഇവിടെയൊക്കെ നോൺ വെജ് ഒക്കെ വെക്കും കേട്ടോ. എല്ലാ തവണയും കുറച്ചുകൂടെ നോൺ വെജ് ഒക്കെ കാണുന്നതാണ്. ഇത്തവണ നമുക്ക് മീൻ മാത്രമേ ഉള്ളൂ അതിലൊതുക്കി. അങ്ങനെ നമ്മുടെ ഓണസദ്യയൊക്കെ വിളമ്പി നമ്മുടെ എലവന്തിന്റെ വീട്ടിലെ ഓണസദ്യ കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഇത്തവണ ഒരുപാട് വിരുന്നുകാരൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ദീപാപ്പ മാത്രമേ വന്നുള്ളൂ. ബാക്കി എല്ലാവരും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരുമായിരിക്കും. സാധാരണ എല്ലാവരും ഓണത്തിന് അന്നൊക്കെ വരുന്നതാണ്. അങ്ങനെ നമ്മുടെ ഓണാഘോഷ പരിപാടികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ നേരെ കുളിച്ചിട്ട് കയറി കിടന്നുറങ്ങാന്നുള്ളൂ. ബാക്കിൽ നമ്മുടെ ഫോട്ടോ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചെയ്യിപ്പിച്ച അത് ഞാൻ തന്നെ അവിടെ വെച്ച് കൊടുത്തു. ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണവും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഓണവും കാര്യങ്ങളൊക്കെ ആഘോഷിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പോൾ നമ്മുടെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നാളത്തെ വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.